പച്ചമുളകിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത്, ഫിഷ് വിത്ത് ചില്ലി സോസ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ: ഒരു മീൻ, ഒരു വലിയ മീൻ, ഒരു 1/2 കിലോ വരുന്ന ഒരു വലിയ മീൻ, കോൺഫ്ലവർ, വിനാഗിരി, മല്ലിയില, എണ്ണ, ഇഞ്ചി അരച്ചത്, മുളക് പൊടി, വെളുത്തുള്ളി അരച്ചത്, മഞ്ഞൾപ്പൊടി, ഉണക്കമുളക് ക്രഷ് ചെയ്തത്, ഉപ്പ്, മല്ലിപ്പൊടി, പച്ചമുളക്, നാരങ്ങ നീര്, സെലറി. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കാം. ഇത് ഞാനൊരു 1/2 കിലോ വരുന്ന ഒരു കരിമീനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ഒഴിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർക്കുകയാണ്. ഇതൊരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ നമ്മുടെ കരിമീൻ നന്നായി മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഫിഷ് നന്നായി വറുത്തെടുക്കാം. നമ്മുടെ മീൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. 2 സൈഡും നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ ഫിഷ് വറുക്കാൻ ഉപയോഗിച്ച ആ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഇതിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ച ഉണക്കമുളക് ചേർക്കുകയാണ്. ഇതിലേക്ക് അരച്ചു വെച്ച ഇഞ്ചി ചേർക്കുകയാണ്. 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ച വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട് ആ മുളകിൻ്റെ. ഇതിലേക്ക് ഞാനൊരല്പം വിനാഗിരി ചേർക്കുകയാണ്. എടുത്തു വെച്ച പച്ചമുളക് ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ഓൾറെഡി നമ്മളിതിൽ ഉണക്കമുളക് ക്രഷ് ചെയ്ത് ഇട്ടിട്ടുണ്ട്, എങ്കിലും നമ്മൾ പച്ചമുളക് ചേർക്കുകയാണ്. നമുക്കിതിലേക്ക് കുറച്ച് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മീനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം.
കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്കൊരു അല്പം കൂടെ വെള്ളം ചേർക്കാം. ഗ്രേവി എങ്ങനെ വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം. ഇതൊന്നും കൂടെ കുറുകണ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് മാറ്റാം. ഒരു 2 വലിയ സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. നമ്മുടെ ഗ്രേവി ഒന്ന് നന്നായി തിക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ ചേർക്കുന്നത്. ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ കോൺഫ്ലവർ ചേർക്കുകയാണ്. നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഈ സോസ് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച മീനിലേക്ക് ഒഴിക്കുകയാണ്. ഇത് ഞാൻ കുറച്ച് മല്ലിയില വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാൻ പോവാണ്. ഫിഷ് വിത്ത് ചില്ലി സോസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. സ്വതവേ നമ്മൾ ഫിഷ് ഫ്രൈ ആയിട്ടോ കറി ആയിട്ടോ ഒക്കെയാണ്, അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരു ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം ഒരു അതിഥിയോടൊപ്പം കാണാം. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ പുതിയൊരു അതിഥിയുമായാണ് എത്തിയിട്ടുള്ളത്. ദേ പുട്ടിലെ ഷെഫ് സിനോയ്. ദേ പുട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് പുട്ടിൻ്റെ വെറൈറ്റി ആയിരിക്കും നമുക്കറിയാം. ഷെഫിനോട് തന്നെ ചോദിക്കാം എന്താണെന്ന്. വെൽക്കം ഷെഫ്. ഇന്ന് നമുക്ക് എന്ത് വെറൈറ്റി പുട്ടാണ് ഉണ്ടാക്കി തരുന്നത്? ഒരു യൂറോപ്യൻ ഫ്ലേവറിലുള്ള ഒരു പുട്ടാണ് ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. സ്പാനിഷ് ചിക്കൻ പുട്ട് എന്നാണ് അതിന്റെ പേര്. ഞങ്ങൾ ചിക്കൻ പുട്ട്. സ്പെയിൻസിൽ കൂടുതലും ക്യാപ്സിക്കംസ് അതെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ആ ഒരു ഫ്ലേവറിലാണ് നമ്മൾ ഈ പുട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്പാനിഷ് ചിക്കൻ പുട്ട് എന്ന് കൊടുത്തിരിക്കുന്നത്. ശരി, നമുക്ക് ഉണ്ടാക്കി നോക്കാം അല്ലേ? ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടത്? വേണ്ടുന്ന മെയിൻ ക്യാപ്സിക്കം, ഗാർലിക് സോസ്, ചിക്കൻ കീമ, പിന്നെ നമ്മളുടെ പുട്ടിനുള്ള പുട്ടുപൊടി, തേങ്ങ, സീസണിങ്സ്. ശരി, നമുക്ക് ഉണ്ടാക്കി നോക്കാം. തീർച്ചയായിട്ടും. അത് നമുക്ക് അതിനുള്ള സ്റ്റഫിംഗ് റെഡിയാക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കും. ഷെഫ് ഓരോ തവണ നമ്മുടെ പച്ചമുളകിന്റെ സെറ്റിൽ വരുമ്പോഴും പലതരത്തിലുള്ള പുട്ട് കഴിക്കാലോ എന്നുള്ളതാണ് എന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഓരോ വെറൈറ്റി, ഓരോ ഫ്ലേവറിൽ അതെ, ഓരോ ടൈപ്പ്, ഓരോ രാജ്യത്തെയൊക്കെയാണ് അല്ലേ ഷെഫ് ഉണ്ടാക്കി. ഒന്ന് അമേരിക്കൻ ചോപ്സി ആണ് നമുക്ക് ആദ്യം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സ്പാനിഷ് ആണ് അല്ലേ? അതെ അതെ, സ്പാനിഷ്. കുറച്ച് ഓണിയൻ, ഗാർലിക്. ഇപ്പൊ ഇതിൽ നമ്മള് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഓണിയൻ ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഗാർലിക്കും ആണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതൊന്ന് സോട്ട് ആവണം. എന്താണ് ഷെഫ് ദേ പുട്ടിലെ പുതിയ വിശേഷങ്ങൾ? ദേ പുട്ടില് ഞങ്ങൾ ഓരോ പുതിയ പുതിയ പുട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള പരീക്ഷണത്തിന്റെ പുറകിലാണ്. ഏതെല്ലാം ഐറ്റംസ് കൊണ്ട് പുട്ടുണ്ടാക്കാമോ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അടുത്ത് പുതിയതായിട്ട് കണ്ടുപിടിച്ച എന്താണുള്ളത്? പുട്ട് തിന്ന കോഴി
എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഐറ്റം. പുട്ട് തിന്ന കോഴി. കോട്ടയം സൈഡില് ഒരു ഐറ്റം ഉണ്ട്, പുട്ട് വിഴുങ്ങിയ താറാവ്, പുട്ട് വിഴുങ്ങിയ കോഴി എന്നൊക്കെ ഉള്ളത്. അതിന്റെ തന്നെ പുട്ട് ഫുൾ ചിക്കനിനകത്ത് നമ്മള് പുട്ട് മസാലയൊക്കെ ഇട്ട് സ്റ്റഫ് ചെയ്ത് ഒരു ലോങ് പ്രോസസ്സാണ്, ഒരു മണിക്കൂർ കൂടുതൽ വരുന്ന ഒരു പ്രോസസ്സാണ് ഈ. നമ്മളത് റെഡിയാക്കി വെക്കും. ഒരു ദിവസത്തേക്ക് ഒരു 2-3 നമ്മൾ റെഡിയാക്കിയിട്ട് വരുമ്പോഴേക്കും റെഡിയാക്കി കൊടുക്കണം. കാരണം ലോങ് പ്രോസസ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ചെയ്ത് വെക്കും. ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയുള്ളൂ, 3-4. അത് ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് കൊടുക്കാന്നുള്ള രീതിയിലാണ്. ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിലീപ് അഭിനയിച്ച സിനിമകളുടെ പേരിലുള്ള പുട്ടുകളാണ്. ഇപ്പൊ ഇത് പുട്ട് തിന്ന കോഴി അല്ലേ, പുട്ട് തിന്ന താറാവ്, ഇതൊക്കെയാണ് പുട്ടുകളുടെ വെറൈറ്റി എന്ന് പറയുന്നത് അല്ലേ? അതെ അതെ, ഇപ്പൊ പുതിയ ഐറ്റമാണ് അത് വന്നിരിക്കുന്നത്. എങ്ങനെയാ അത് ഉണ്ടാക്കുക? അതിനകത്ത് ഓവർനൈറ്റ് നമ്മൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, അല്ലെങ്കിൽ താറാവാണെങ്കിൽ താറാവ് മാരിനേറ്റ് ചെയ്ത് വെക്കും. ചില്ലറിൽ വെക്കും, മാരിനേറ്റ് ചില്ലറിൽ വെക്കും. പിറ്റേ ദിവസം അത് റോസ്റ്റ് ചെയ്യും, ഓവനിൽ റോസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് പുട്ട് സ്റ്റഫ് ചെയ്യാണ്. ഒരു 3 പേർക്ക് സഫീഷ്യന്റ് ആയിട്ട് കഴിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് വരുന്നത്. നമ്മൾ ഓണിയനും ടൊമാറ്റോയും ക്യാപ്സിക്കും സോട്ട് ആയിട്ടുണ്ട്. അവിടെ സുലഭമാണ് സ്പെയിനില് സ്പിനാച്ച്, അത് നമുക്ക് ഇതിൽ കുറച്ച് ആഡ് ചെയ്യാം. ഈ ഓരോ രാജ്യത്തെ ഭക്ഷണങ്ങളും അവരവരുടെ സ്പാനിഷ് അതെ അതെ ആ രാജ്യത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചായിരിക്കും അവർ കൂടുതലും ഭക്ഷണം. ഇപ്പൊ നമ്മളുടെ ആണെങ്കിൽ നമ്മൾ ചോറ് കഴിക്കുന്നത് മിക്ക ഡിഷുകളിലും ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് കൂടുതൽ കാണാൻ സാധിക്കും നമുക്ക്. ചിക്കൻ കീമയാണിത്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതല്ല, ഒന്ന് ജസ്റ്റ് കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, അതിനകത്ത് മീൻസ് സേഫ് ആക്കാന്നുള്ളതാണ്. അതിനകത്തുള്ള ബാക്ടീരിയ കണ്ടന്റ് എല്ലാം ചാവ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ജസ്റ്റ് ബോയിൽ ചെയ്ത് വെക്കുന്നത്. കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചത് അല്ലേ? ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗാർലിക് സോസ് ഒഴിക്കണം. സോട്ടഡ് ഗാർലിക്കിൽ ടൊമാറ്റോ പ്യൂരി ചേർത്തതാണ് ഗാർലിക് സോസ്. ഇതിനൊരു ജ്യൂസി ടെക്സ്ചർ കിട്ടും. നമ്മളുടെ സ്പാനിഷ് പുട്ടിനുള്ള സ്റ്റഫിംഗ് നമ്മളിപ്പോൾ റെഡിയാക്കി. സ്റ്റഫിങ് ഏകദേശം റെഡിയായി. കുറച്ച് സീസണിങ് ആഡ് ചെയ്യാം. ഓൾറെഡി കുറച്ച് ബോയിൽ ചെയ്തപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇതിൽ കൂടി ആ ഫ്ലേവർ കിട്ടുന്നില്ല, സ്മെല്ല് വരുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ ഒരു സോസിന്റെ ഒക്കെ ബ്ലെൻഡ് ആയി കഴിഞ്ഞിട്ടുള്ള സ്മെല്ലാണ്. സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പുട്ട് റെഡിയാക്കാം. ഗ്യാസ് കൂട്ടി വയ്ക്കാം. ജ്യൂസി ടെക്സ്ചർ പോണോ? ജ്യൂസി ടെക്സ്ചർ വേണം. എന്നാലും ഇതിപ്പോ കഴിക്കണമെങ്കിൽ നമുക്ക് വേറെ കറിയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. പുട്ട് ജസ്റ്റ് പൊടിച്ച് കഴിക്കാം. ഇന്ന് പുതിയൊരു മോൾഡ്, മീൻസ് കോമൺ ചിരട്ട മോൾഡിൽ നമുക്ക് ചെയ്യാം. ആദ്യം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മോൾഡുകളാണല്ലേ നമ്മളുടെ ഒരു സ്പെഷ്യൽ. നമ്മൾ ഏതൊക്കെ ഷേപ്പിൽ നമുക്ക് പുട്ട് കൊടുക്കാം. എത്ര ഷേപ്പ് ഉണ്ട് നിങ്ങൾക്ക് പുട്ട്? ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 ഷേപ്പെങ്കിലും ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ഹാർട്ട്, ഡയമണ്ട്, പിരമിഡ്. ഓണത്തിന് ഞങ്ങൾ ഓണത്തപ്പൻ ഷേപ്പിൽ പിരമിഡ് ഷേപ്പ് എടുത്തിരുന്നു. കുറച്ച് തേങ്ങ ഇട്ടു, കുറച്ച് സ്റ്റഫിങ് ചേർക്കാം. ലെയർ ലെയർ ആയിട്ടാണ്. അതെ അതെ, ലെയർ ലെയർ ആയിട്ടാണ്. പുട്ട് വെക്കാനുള്ള സിഗ്നൽ വന്നു. അതെ അതെ, ആദ്യം റെഡി ആയിട്ടുണ്ട്. എന്താ പുട്ട് വെക്കാത്തെന്ന് ചോദിക്കുകയാണ്. കുറച്ചും കൂടി പൊടി ഇടാം, വൈറ്റ് പൊടി ഇടാം. അത് കഴിഞ്ഞിട്ട് കളർ കോൺട്രാസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്പ ഇടാം. ഇട്ടു. അത് ചെമ്പപ്പൊടി ഇടാം.
അപ്പോൾ കളർ ഡിഫറൻസ് കിട്ടും. അപ്പോൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. തേങ്ങ കുറച്ച് ഒരു സ്പൂൺ മോളിൽ. സ്പാനിഷ് പുട്ടിന്റെ ആവി കയറിക്കൊണ്ടിരിക്കുകയാണല്ലേ? അതെ. നമുക്ക് ഈ പ്ലേറ്റിൽ നമുക്ക് അതിനെ ഡിമോൾഡ് ചെയ്യാം. നമ്മൾ ബാക്കിയുള്ള മസാല കൂടി പ്ലേറ്റിൽ ബേസ് ആയിട്ട് ഇടാം. നമുക്ക് ഈ പുട്ടിന് വേറൊരു കറിയൊന്നും ഇതിന്റെ ആവശ്യം വരില്ല. ഓൾറെഡി ഇത് ജ്യൂസി ആയിട്ടാണ് നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യം വരില്ല. വെജിറ്റബിൾസും ചിക്കനും എല്ലാം ഇതിനകത്ത് ഉണ്ടല്ലോ അല്ലേ? ഓൾറെഡി ഹോട്ട് സ്റ്റഫിങ് ഇട്ടതുകൊണ്ട് പെട്ടെന്ന് ആവിയും. ആവി ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇതിന് മിനിറ്റ്സിൽ നമുക്ക് ഫുഡ് റെഡി ആവും. ആ ആവി കയറുമ്പോൾ ആ ചിക്കൻ്റെ ജ്യൂസ് എല്ലാം എല്ലാത്തിലേക്കും സ്പ്രെഡ് ആവും. ഒരു നമുക്ക് മൗത്ത് വാട്ടറിങ് ടേസ്റ്റ് ആയിരിക്കും വരുമ്പോൾ ചിക്കൻ ഫ്ലേവറിൽ. നമ്മളുടെ ഫുഡ് റെഡിയായി. ഡിമോൾഡ് ചെയ്യാം. നമ്മള് ട്രഡീഷണൽ ആയിട്ടുള്ള ചിരട്ടപ്പുട്ട് മാതിരി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഗാർലിക് സോസും കൂടി ടോപ്പിംഗ് ചെയ്യാം. സ്പാനിഷ് ചിക്കൻ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഷെഫിന്റെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പുട്ടുകൾ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. ഇത് പുതിയതായിട്ടുള്ളൊരു സ്പാനിഷ് പുട്ടാണ്. ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവുക. ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അടുത്ത് പറയാം. എനിക്കൊന്നും പറയാനില്ല ഷെഫ്. ഞാൻ എന്താ പറയണ്ടേ? ഷെഫ് ഉണ്ടാക്കി തന്ന എല്ലാ വിഭവങ്ങളെ പോലെ തന്നെ ഇതും വളരെ നന്നായിട്ടുണ്ട്. ഉപ്പും എരും പുളി എല്ലാം ഉണ്ട് അതിനകത്ത്. ഇതിന് വേറൊരു കറി ഒന്നും വേണ്ട. നമുക്ക് ഇങ്ങനെ നമുക്കിത് കഴിക്കാം. വളരെ നന്നായിട്ടുണ്ട് ഷെഫ്. ഒരുപാട് നന്ദി നമുക്ക് ഇവിടെ വന്നതിന്. ഷെഫ് ഇപ്പൊ നമുക്ക് ഒരുപാട് വെറൈറ്റി പുട്ടുകൾ ഉണ്ടാക്കി തന്നു. പക്ഷെ ഷെഫിന്റെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കഴിക്കണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു പുതിയ ഐറ്റം ഇറ്റാലിയൻ സ്റ്റൈലിൽ ഒരു ഫുഡ് ഉണ്ടാക്കി തരാം. അടുത്ത ആഴ്ച പുതിയ വിഭവവും അതിഥികളുമായി ഞാൻ എത്തുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും കാണുമല്ലോ. ബൈ.